ഉണ്ടായി. മഴ ഇല്ലെങ്കിൽ മോനെ നമ്മൾ ആരുടെ ഇത് വാപ്പ മോന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന്, ഇത് ഉപ്പ മോന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഖുർആൻ പറയാണ്. ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് ഏറ്റവും വലിയ പാപമാകുന്നു. ഇതിൽ തകരാറ് പറ്റിയാൽ ഈമാൻ കിട്ടി മരിക്കാൻ സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹത്തായ തൗഫീഖ് നൽകി നമ്മയും നമ്മുടെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരന്മാരെ, രക്ഷിക്കാൻ, നമുക്ക് ഹിദായത്ത് നൽകാൻ, നമുക്ക് സ്വർഗം നൽകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മുടെ ജീവിതം മൊത്തം പരിവർത്തിപ്പിക്കപ്പെടും. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. റസൂലുള്ള വന്നിട്ട് ആദ്യം തന്നെ കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത് പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കുമായിരുന്നില്ല. റസൂൽ എന്തുകൊണ്ട് കള്ളു കുടിക്കരുത്, എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്? ഒന്നാമത് സൃഷ്ടിച്ച പടച്ചോനെ രണ്ടാമത് സൃഷ്ടിക്കാൻ കഴിയും. പടച്ചോനെ കഴിവുണ്ട്, പരലോകാട്ട് പഠിപ്പിച്ചു. അവിടെ രക്ഷപ്പെടാൻ നിങ്ങൾ ഈ വിളിക്കുന്ന ഒരാൾക്കും, ഇബ്രാഹിം നബി മഹാൻ തന്നെ, ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ചാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാത്തതിന് ഇബ്രാഹിം നബി നിങ്ങളെ രക്ഷിക്കൂല എന്ന് കൃത്യമായിട്ട് ആദ്യം അങ്ങോട്ട് പഠിപ്പിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇന്റെ കാര്യം ഞാൻ തന്നെ നോക്കേണ്ടി വരുന്നു. അതാ ചില ആൾക്കാർ പറയും എന്താണെന്ന് അറിയില്ല, അവൻ ചക്രക്കല്ല് പള്ളിയിലൊക്കെ പോയ ശേഷം കൃത്യമായിട്ട് നിസ്കരിക്കുക നോക്കണ്ട്, എന്താ എന്തോ ഒരു പ്രശ്നമില്ല. അവിടെ വന്നപ്പോ മനസ്സിലായി ആരും പരലോകത്ത് രക്ഷിക്കാൻ ഉണ്ടാവില്ല. ചില ആൾക്കാർ പരലോകത്ത് നമ്മൾ എത്തിയ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്ന, ബദരീങ്ങൾ ഒരു ഭാഗത്തുനിന്ന്, ഉഹുദീങ്ങൾ വേറൊരു ഭാഗത്തും, സിഎം ഒരു ഭാഗത്തുനിന്ന്, ഇന്നെ വിളിച്ച് പ്രാർത്ഥിച്ച സ്വർഗത്തിന്റെ കാട്ട് പോയിക്കോ. നമ്മളെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ശേഖന്മാര് തല്ലൂടുന്ന ചില ആൾക്കാർ വിളിച്ചിരിക്കുന്നത്. ഇവർക്കൊരു പഠിച്ചോ മാത്രം, ഒറ്റ ആളുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ കാര്യം ഒരു പാതിരാവായാലും പണ്ഡിതന്മാർ പറയാറില്ല. മോളെ, നീ എന്റെ കരളുടെ കഷ്ണ, എന്ത് വേണം ചോദിച്ചോ, സാധിക്കും. ഇപ്പൊ സാധിപ്പിച്ചത് ഈ ദുനിയാവിൽ വെച്ച്. മോളെ, നിന്റെ തടി നീ നരകത്തുനിന്ന് കാക്കണം. എന്റെ മോൾ എന്തെങ്കിലും അബദ്ധം കാട്ടിയിട്ട് ഞാൻ പഠിപ്പിച്ച മാർഗത്തിൽ തെറ്റിയിട്ട് നരകത്ത് പോവുകയാണെങ്കിൽ അതിന്റെ മോള് ഫാത്തിമ എന്ന് പറഞ്ഞാൽ മലക്കൾ വിടൂല. ഞാൻ മുഹമ്മദ് നബിന്റെ മോളാന്ന് പറഞ്ഞാലും മലക്കുകൾ വിടൂല. റസൂലുള്ള പഠിപ്പിച്ച ഈമാനും ഇസ്ലാമും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. അപ്പൊ പേടിയായി, പടച്ചോൻ എന്റെ അസർ ഇന്നത്ത് പോയാൽ ഞാൻ കുടുങ്ങും. എന്റെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തില് ഞാൻ ആദ്യം ജീവിച്ച തറവാട് വീട്ടിന്റെ അടുത്ത് ഒരാൾക്ക് അസുഖമായി. അവിടെ ഒരു തങ്ങൾ ഇങ്ങനെ വരുന്നത്, എല്ലാവരും കൂടി കാറിൽ കൂട്ടിക്കൊണ്ടുവരാം. കാരണം ഇയാൾ കുറെ കാലമായി നിസ്കരിച്ചിട്ട്. അപ്പൊ ആ തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. എന്ത് ഏറ്റെടുത്തു? ഇയാളെ നിസ്കാരം മുഴുവനും വന്ന തങ്ങളെ. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായി നമ്മുടെ നാട്ടില്. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പതില്ല.